ആരതി ആവശ്യപ്പെട്ടില്ലേ? ഞാനിത് പ്രസാദ് ഏട്ടനോട് പറഞ്ഞു. ഏട്ടന് സമ്മതമായിരുന്നു. ആരെ അറിയിക്കാൻ തോന്നിയില്ല. കൊട്ടും കുരവയെ ഒഴിവാക്കി അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി. ഇപ്പൊ ഞങ്ങള് ഭാര്യാഭർത്താക്കന്മാരാ. എന്റെ ദൈവങ്ങളെ, കരയണോ ചിരിക്കണോന്നും അറിയാത്ത അവസ്ഥയാണല്ലോ. എത്ര നാളുകൊണ്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് ഈ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷം ചിരിയുമാണ് മനസ്സ് നിറയെ. പക്ഷേ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് എല്ലാവരുടെ ആശീർവാദങ്ങൾ വാങ്ങി എല്ലാവർക്കും സദ്യ വിളമ്പി നടത്തേണ്ട ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾ ആരോരും ഇല്ലാതെ നടത്തേണ്ടി വന്നതിന്റെ ദുഃഖവും കരച്ചിലും അടക്കാനാവുന്നില്ല. സോറി സീതമ്മേ. ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുമ്പോൾ വേണ്ടപ്പെട്ടവരെ ഒപ്പം നിർത്താൻ സാധിച്ചെന്ന് വരില്ല നമുക്ക്. മുൻകൂർ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമായിരുന്നില്ല ഇത്. പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടായി. പ്രസാദേട്ടനോട് സമ്മതം ചോദിച്ചു. പ്രസാദേട്ടൻ സമ്മതിച്ചു. അപ്പൊ തന്നെ അമ്പലത്തിൽ ചെന്ന് താലി പൂജിച്ചു വാങ്ങി കല്യാണം നടത്തുകയായിരുന്നു. സാരമില്ല, നമുക്കൊന്നും പങ്കെടുക്കാനായില്ലെങ്കിലും നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ് നീ സാധിച്ചത്. എന്തായാലും നവവരനും വധുവും ആദ്യമായി ഒരു വീടിന്റെ പടി ചവിട്ടുന്നതല്ലേ. ഞാൻ നിലവിളക്ക് എടുത്തോണ്ട് വരാം. അല്ല സീതമ്മേ, ഒരു നിമിഷം. വധു വരന്റെ വീട്ടിലേക്ക് കയറുമ്പോഴല്ലേ വിളക്ക് കൊടുത്തു കയറ്റുന്നത്? ഇതിപ്പോ നിങ്ങൾ ആരും അറിയാതെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ. ഉടൻ തന്നെ നമുക്ക് പോകേണ്ടത് എന്റെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മതി വിളക്ക് കൊടുക്കലും വലതുകാലം വെച്ച് കയറലും ഒക്കെ. അതാവാം, വേണ്ടെന്നല്ല. എന്നാൽ ഇവിടെയും ഒരു വിളക്ക് പിടിച്ച് കയറിയതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. കഴുത്തിലൊരു താലി വീണ ശേഷം ആദ്യമായി ഒരു വീടിന്റെ പടി ചവിട്ടുന്നതല്ലേ. അത് ഐശ്വര്യമായിട്ട് തന്നെ നടക്കണം. ഞാൻ വിളക്കെടുക്കാം, നിങ്ങൾ നിൽക്ക്. ഞാൻ മുരളിയുടെ ഭാര്യയായി അവരുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാ. പകരം കൃഷ്ണനെ മറന്ന് ചേച്ചി പ്രസാദേട്ടനെ കല്യാണം കഴിക്കണം. രാവിലെ പോയപ്പോഴെങ്കിലും വല്യേച്ചി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയനെ. ഇതിപ്പോ ആകെ അലങ്കോലായി കിടക്കുക. അത് സാരമില്ല. ഞാൻ നേരത്തെ പറയാത്തതേ മനഃപൂർവ്വം തന്നെയാ. ഇവിടെ ചിലര് നേരത്തെ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നിനക്കും അറിയാമല്ലോ. ഞാൻ നേരത്തെ ഈ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവര് ചിലപ്പോ സ്വന്തം വാക്കു മാറ്റിക്കളയുമായിരുന്നു.
അതുണ്ടാവാതിരിക്കാനാ ഇങ്ങനൊരു സർപ്രൈസ് മാരേജ് നടത്തിയത് തന്നെ. ആരതി നിക്ക്. ഓർമ്മിപ്പിക്കണ്ടല്ലോ നീ ഇന്നലെ പറഞ്ഞത് എന്താണെന്ന്. ഞാൻ പ്രസാദേട്ടനെ കല്യാണം കഴിച്ച മുരളിയെ ഭർത്താവായി സ്വീകരിച്ച് അയാളുടെ വീട്ടിൽ ചെന്ന് താമസിക്കാമെന്ന്. ദാ, ഞാൻ പ്രസാദേട്ടനെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇനി നീ വേണം നിന്റെ വാക്ക് പാലിക്കാൻ. നിനക്ക് താലി കെട്ടി നിന്റെ ഭർത്താവായി മാറിയ മുരളിക്കൊപ്പം അവിടെ അവരുടെ വീട്ടിൽ ചെന്ന് നീ താമസിക്കണം. ഇനി സമയമില്ല, ചെല്ല്. വേഗം ചെന്ന് റെഡിയായിട്ട് വാ, പോണം നമുക്ക്. അതിപ്പോ ആരതി മാത്രമല്ല, എല്ലാവരും റെഡിയാവണം. നിങ്ങളെല്ലാവരും ഇനി അവിടെ വേണം താമസിക്കാൻ. എന്തുപറ്റി? ഇനിയും ഒഴിവ് കഴിവ് പറയാൻ ഒരുങ്ങാണോ കുഞ്ഞേച്ചി? ഒരു വാശിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊരുമാതിരി പ്രതികാരം ചെയ്യും പോലെയായി. ഒരിക്കലും അല്ല. വലിയേച്ചി ഈ ചെയ്യുന്നത് കുഞ്ഞേച്ചിയുടെ വാശിയുടെ മറുപടിയോ പ്രതികാരമോ ഒന്നുമല്ല. നമ്മളോടുള്ള കരുതലൊന്നു മാത്രമാണ്. കുഞ്ഞേച്ചി മുരളിച്ചേട്ടനും ഒരുമിക്കുന്നില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് കുഞ്ഞേച്ചിക്കാണ് അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവുക. അതൊഴിവാക്കി കുഞ്ഞേച്ചിയുടെ ജീവിതം സേഫ് ആക്കാനുള്ള ത്യാഗമാണ് വലിയേച്ചിയുടെ ഈ കല്യാണമെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുഞ്ഞേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ, കൃഷ്ണൻ എന്നൊരാളെ ജീവശ്വാസം പോലെ കൊണ്ടു നടന്ന ഒരു പെൺകുട്ടിയായിരുന്നു വലിയേച്ചി. ആ മനുഷ്യനെ പോലും മറന്നുകൊണ്ടുള്ള വലിയേച്ചിയുടെ ഈ കല്യാണവും നമുക്ക് വേണ്ടി തന്നെയാ. പ്രത്യേകിച്ചും കുഞ്ഞേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും വലിയേച്ചിക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കാതെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. വലിയേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം കുഞ്ഞേച്ചിയും മുരളിച്ചേട്ടനും ഒന്നിച്ച് ജീവിക്കുന്നത് കാണുക എന്നതാ. അത് നടക്കണം. കുഞ്ഞേച്ചി നേരത്തെ പറഞ്ഞ ആ വാക്ക് പാലിക്കണം. വേഗം ഒരുങ്ങി വാ, നമുക്ക് പ്രസാദേട്ടന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ. ഈശ്വര, ഇത് വല്ല അരക്ക് കമ്പനിയിലും പോയി ചെയ്തിരുന്നെങ്കിൽ ശമ്പളം വാങ്ങിച്ചു തന്നെ ഞാൻ രക്ഷപ്പെടുവായനെ. ആ തലയിലെടുത്തല്ല, അതെന്ത് പറയാ. എന്റെ അമ്മേ, ഇതെന്താ സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമോ? ഹരേ, മുരളി, ഇറങ്ങി വാടാ. ദേ വന്ന് നോക്ക്, ഈ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ, മുറ്റത്ത് വന്ന് ഇറങ്ങിയിരിക്കുന്നു. വാടാ, ഇറങ്ങി വേഗം വാ. ഏട്ടാ, സന്തോഷമായി ഞങ്ങൾക്ക്. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ എത്ര നാളെ ഞങ്ങൾ കൊതിക്കുന്നു അറിയോ? എന്തൊക്കെ സൂത്രപ്പണികളാ ചെയ്തതെന്നറിയോ? അതെ അതെ, ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും തോന്നിയല്ലോ, വളരെ നല്ല കാര്യം. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ ശുഭമുഹൂർത്തത്തിൽ ഞങ്ങളും പങ്കെടുക്കുമായിരുന്നു. സാരമില്ല ഹരി, ആ ശുഭകർമ്മം ആഘോഷമായി തന്നെ നമുക്കൊന്നുകൂടി നടത്തിക്കളയാം. എല്ലാവരും കൂടി ചേർന്ന് ആർഭാടമായി തന്നെ. 1-2 ദിവസം കഴിഞ്ഞോട്ടെ. വാ, വന്നേ നിൽക്കണ്ട, അകത്തേക്ക് കയറാം.
വാ എല്ലാരും. ആ നിക്ക് നിക്ക്. എന്നാ ഒരു കാര്യം, ഒരു 100 തവണ അഞ്ജലി ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ പുതിയ റോള് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ചടങ്ങുകൾ നടത്തിയിട്ട് മതി അകത്തേക്ക് കയറലൊക്കെ. ആ. പുഷ്പൻ ചേട്ടൻ വന്നേ, നമുക്ക് ചെയ്യാൻ ചില പണികളുണ്ട് ഇവിടെ. ആ അതെ, എല്ലാവരോടുമായിട്ട് എനിക്കൊന്ന് 2 കാര്യങ്ങൾ പറയാനുണ്ട്. പ്രസാദേട്ടാ, ഞാൻ പറയാം. ഈ വീട്ടിൽ അച്ഛന്റെ അസാന്നിധ്യത്തിൽ ഞാൻ എങ്ങനെയാണോ ഹരിക്കും മുരളിക്കും അച്ഛനാകുന്നത്, അതുപോലെ എന്റെ ഭാര്യയായ അഞ്ജലി ഇന്നു മുതൽ ആരതിക്കും ആര്യയ്ക്കും അച്ചൂട്ടനും മാത്രമല്ല ഹരിക്കും മുരളിക്കും കൂടി അമ്മയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഓ, താങ്ക് യു പ്രസാദേട്ടാ. അപ്പോ ഈ വീട്ടിലെ പൗരജനങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി മുതൽ ഈ വീട്ടിൽ അമ്മയുടെ സ്ഥാനത്തുള്ള ഞാൻ പറയുന്നത് വേണം എല്ലാവരും അനുസരിക്കാൻ. അതിന് ഞങ്ങൾ പണ്ടേ റെഡിയല്ലേ. ഇന്നലത്തെ അഞ്ജലി ചേച്ചി ഇന്നിപ്പോ അഞ്ജലി ചേട്ടത്തിയായി. അതിന്റെ കൂടെ അമ്മ പട്ടം കൂടെ ചേർത്താ ഏട്ടത്തി അമ്മ. സൂപ്പർ. ശരി, എന്നല്ലേ മുരളി ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് നിന്ന് കാണട്ടെ ഞാൻ. ശരി ഏട്ടത്തിയമ്മേ. ആരതി, ഇനി നീ മുരളിയുടെ ഇടതുവശത്ത് വന്ന് നിൽക്കണം. ഒന്ന് പോ. അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇന്നിവിടെ ഗൃഹപ്രവേശം നടത്തുന്ന നവദമ്പതികൾ അഞ്ജലിയും പ്രസാദേട്ടനും മാത്രമല്ല മുരളിയും ആരതിയും കൂടിയാണ്. കിഴക്കേ നടവഴി വലതുകാല് വെച്ച് വേണം വീടിനകത്ത് കയറാൻ. നമ്മളും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിലേ ഇതിന്റെ കൂടെ വിളക്കം പിടിച്ച് നമുക്ക് അകത്ത് കയറാമായിരുന്നു. ആണോ? എന്നാലേ അതിലൊരു ത്രില്ലില്ല. സിംഗിളാ വരുമ്പോ താൻ ത്രില്ലിരിക്കേ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാ വന്നിടണം. പുരഞ്ചിതാ. എടാ ഹരി, ഓടി വാടാ. ആ ആ വാ. ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. മാലോകർകളെ, നവദമ്പതികളെ, യുവദമ്പതികളെ, നിൽപ്പാട്ടി. ഈ വീടിനകത്തേക്ക് കയറും മുമ്പ് നിങ്ങൾ ഇനി പറയുന്ന ഒരു ചെറിയ ടാസ്ക് ഏറ്റെടുത്ത് നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടാസ്ക് വളരെ സിമ്പിളാ. അകത്തേക്ക് കയറുന്ന ഭർത്താവ് ഭാര്യയുടെയും ഭാര്യ ഭർത്താവിന്റെയും പേരുറക്കെ പറഞ്ഞ് പരസ്പരം ഓരോ കൈകൾ കോർത്തു പിടിച്ച് വലതുകാല് വെച്ച് വേണം അകത്തേക്ക് കയറാൻ. ശരി, ഞങ്ങൾ ടാസ്കിന് റെഡിയാ. ഞാൻ പ്രസാദ്, ഇതെന്റെ ഭാര്യ അഞ്ജലി. ഞാൻ അഞ്ജലി, ഇതെന്റെ ഭർത്താവ് പ്രസാദ്. താങ്ക് യു. വന്നാട്ടെ. കുഞ്ഞിച്ചി സമയം കളയല്ലേ. ഇതനുസരിച്ചില്ലെങ്കിൽ അടുത്ത ടാസ്ക് കൂടുതൽ ഭയങ്കരമായിരിക്കും. ദമ്പതിമാരിൽ ഒരാളെ തോളിലെടുത്ത്. അയ്യോ വേണ്ട വേണ്ട, ഞാൻ റെഡിയാ. ഞാൻ മുരളി, ഇതെന്റെ ഭാര്യ ആരതി.
ഞാൻ ആരതി, ഇതിന്റെ ഭർത്താവ് മുരളി. നിങ്ങളുടെ പന്തിക്ക് ഇല വെച്ചില്ല മക്കളെ. ഇല വെക്കാറാകുമ്പോ അറിയിക്കാം. അപ്പൊ കൈ കഴിഞ്ഞ് ഉണ്ണാനിരുന്നാ മതി കേട്ടോ. എന്റെ പുഷ്പം ചേട്ടാ, വെറുതെ സ്വർഗത്തിലെ കട്ടുറും പാവല്ലേ. അയ്യോ, സ്വർഗത്തിലെ കട്ടറുമ്പല്ല മോനെ, ഇത് നരകത്തിലെ വിറക് കൊള്ളിയാ. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്കിയേ. നീ വാ. അതെ, നിങ്ങളുടെ സാധനങ്ങളും പെട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അകത്തേക്ക് എടുക്കാം. ആ എടുക്കാം പുഷ്പം ചേട്ടാ. വാ 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 വാടേ. ഇയാള് വിറകൊള്ളിയല്ല, മൂട്ടയാ മൂട്ട. എന്റെ ചോര കുടിച്ച ഇയാള് ചാവും. ആ വന്നേ. ഇന്നലെ വരെ ഇത് ഹരിയുടെയും മുരളിയുടെയും മുറിയായിരുന്നു. ഇനി ഇത് മുരളിയുടെയും ഭാര്യയുടെയും മുറിയായി. മോളുടെ ബാഗ് ഞാൻ അകത്ത് വെക്കാം. ഇവിടെ വേറെ മുറിയൊന്നുമില്ല ഇതല്ലാതെ. ആ വേറെ മുറിയുണ്ട്, പക്ഷേ അത് അഞ്ജലിയുടെയും പ്രസാദിന്റെയും മുറിയാണ്. 2 couples 2 rooms. കപ്പിൾസ് ഇല്ലാത്ത ബാക്കിയുള്ള ഒറ്റയന്മാർക്ക് വരാന്ത, ഹാള്, ടെറസൊക്കെ വിശാലമായിട്ട് കിടപ്പുണ്ട് ഇവിടെ. ഈശ്വര, ഇയാളുടെ അടുത്ത് പോലും നിൽക്കേണ്ടി വരരുത് എന്ന് വിചാരിക്കുമ്പോ എല്ലാരും കൂടി ഇയാളുടെ മുറിയിലേക്ക് എന്നെ തള്ളിവിടുകയാണല്ലോ. എങ്ങനെ ഇയാൾക്കൊപ്പം ഞാൻ ഈ മുറിയിൽ കഴിയും? ഇതിലും ആശ്വാസം ജയിലിൽ കഴിയുന്നതായിരുന്നു. കണ്ണിന്റെ മുന്നിൽ ചെന്ന കടിച്ചു കയറാൻ നിൽക്കുന്ന ഇവരോടൊപ്പം ഒരേ മുറിയില്. ഇവിടിന് യുദ്ധം തന്നെ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന കരളു പോയ സ്വപ്നങ്ങൾ ഉള്ളിൽ ഉള്ളിൽ പുത്തു തളർത്ത ഉള്ളത് ചൊല്ലൂ നീ. കണ്ണോട് കണ്ണുടക്കി കഥ എഴുതുന്ന കവിതാക്കളുടെ കൺമുമ്പിൽ കട്ടുറുമ്പാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ? ആ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന കരളു പോയ സ്വപ്നങ്ങൾ. അതെ, പൂജയോ താലിയോ മാലയോ എന്തൊക്കെയോ വച്ച് എന്തൊക്കെ അവകാശം സ്ഥാപിച്ചാലും ഇയാളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല കേട്ടോ. എന്റെ ശരീരത്തിൽ തൊടാൻ ഇയാളെ ഞാൻ അനുവദിക്കില്ല. അയ്യേ, അതിന് നിന്റെ ദേഹത്ത് തൊടാൻ ആര് വരുന്നു ഇവിടെ? ഒരു പിച്ചക്കാരൻ നിന്റെ ദേഹത്ത് തൊടാതിരിക്കാനാ ഞാനെന്നാ താലി എടുത്ത് നിന്റെ കഴുത്ത് കെട്ടിയത്. പ്രസാദ് ഏട്ടനെ നിഷേധിക്കാൻ വയ്യാത്തോണ്ടാ അന്ന് പൂജയ്ക്ക് വന്നതും നിന്റെ കഴുത്തി മാല ഇട്ടതും. അത് വിവാഹമാണെന്ന് അറിഞ്ഞിട്ടും എതിർക്കാത്തതേ എന്റെ ഏട്ടനെ ഓർത്ത് മാത്രമായിരുന്നു. എന്റെ ഏട്ടൻ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ മോശക്കാരനാവാതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ നിന്റെ ഈ മേനിയഴക് കണ്ടിട്ടല്ല. മനസ്സിലായി മനസ്സിലായി. എന്റെ ഈ മേനിയഴക് കണ്ടാലും തനിക്കൊന്നും തോന്നില്ല. താൻ ഈ വീട്ടിലെ വിശ്വാമിത്ര മഹർഷിയാണല്ലോ. വിശ്വാമിത്രന് തോന്നിയാലും തൽക്കാലം എനിക്ക് തോന്നില്ലടി. അത്രയ്ക്കുണ്ട് നിന്റെ വായിന്ന് വരുന്ന വർത്തമാനം. മയക്കി കിടത്തി മാനം കെടുത്താൻ നിന്നവരിന്ന് മാനം വീണ്ടെടുത്ത് തന്നവനോട് തരിമ്പെങ്കിലും നന്ദി വേണോടി, നന്ദി. അതാണ് നിനക്കില്ലാത്തത്. സോറി, എനിക്കേ അതൊരല്പം കുറവാ. കടയിൽ കിട്ടുമെങ്കിലേ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നാ മതി, ഞാൻ അങ്ങ് പുഴുങ്ങി തിന്നാം.